ആരോഗ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച കേസ് നടന്നത് ഒന്നും തള്ളും. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല. വീണ ജോർജ് മാഡത്തിൻ്റെ മൊഴി. അയ്യോ, മാഡം എങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്നെ ആയുധം ഉപയോഗിച്ച് കേസിക്കാർ കഴുത്ത് മുറിച്ചെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് തറയിൽ വീണ് നേരെ ICയിൽ പോയി നേരെ ഉഴുന്നവിടെ കഴുത്തി ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കിടപ്പ് സകലാവം കിട്ടാൻ വേണ്ടി. ഷംഷി സാർ എന്തിനാണ് പറഞ്ഞത്? വീണ മാഡത്തിൻ്റെ കഴുത്ത് ആയുധം വെച്ച് മുറിച്ചത്. അതുകൊണ്ട് ഗണേഷ് കുമാർ സാർ എന്തിനാണ് പറഞ്ഞത്? സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ അവരാക്രമിച്ചത്. അടുത്ത് ഗോവിന്ദ മാഷ് എന്തിനാണ് പറഞ്ഞത്? വീണ ജോർജ് മാഡത്തിൻ്റെ കഴുത്ത് മുറിച്ച് കൈ മുറിച്ച് കഴുത്തിനെ പിടിച്ച് തിരിച്ച് കൈയും തിരിച്ച് കേസിക്കാർ ഗൊറില്ല യുദ്ധമുറയാണ് പ്രയോഗിച്ചത്. വീണ ജോർജ് മാഡത്തിൻ്റെ കള്ളം പറച്ചില്ലാണ് നാട്ടിലെ സഹാക്കന്മാരെല്ലാം ഇറങ്ങി കലാപം ഉണ്ടാക്കിയത്. സതീഷ സാറിൻ്റെ ഫ്ലെക്സ് അടിച്ച് പൊട്ടിച്ച് കേസിക്കാരെ കൊടിമര അടിച്ച് തകർത്ത്, കോൺഗ്രസ്സുകാരെ കൊടിമര അടിച്ച് ചേർത്ത്, കോൺഗ്രസ്സുകാരെ പാർട്ടി ഓഫീസറെല്ലാം അടിച്ചു ചേർത്ത് മൊത്തം കലാപം ഉണ്ടാക്കി. പന്തംകുളത്തി പഠനം ജാഥ എന്നിട്ട് ചിന്താ ജോറാകുമ്പോൾ ജാഥയെ കൂടെ എന്തിനാണ് വിളിച്ച് പറഞ്ഞത്? തന്തയില്ല നേരത്ത് തള്ളയ്ക്കുണ്ടായ പട്ടികളായിരുന്നു. സ്ത്രീത്വത്തെ അവമാനിച്ച് ആർക്കൊരു കുഴപ്പമില്ലായിരുന്നു. അടുത്ത വളീഫ് പറഞ്ഞെന്തിനാണ്? സതീഷ സാറ് വീട്ടിൻ്റെ പുറത്തിറങ്ങിയ കൈയും കാലിനെ അടിച്ചോടിക്കുമെന്ന്. അടുത്ത് വേറൊരുത്തൻ, അവൻ ഏതെന്ന് എനിക്കറിഞ്ഞുള്ളൂ. അവൻ എന്തിനാണ് പറഞ്ഞത്? കേസിക്കാരനെ അക്രമം അടിച്ചു വിട്ടാൽ പാർട്ടി ഓഫീസിലിരിക്കുന്ന പഴയ വാരിക്കുന്തങ്ങൾ തേച്ച് മിനിക്കെടുത്ത് പ്രയോഗിക്കുന്നത്. അടുത്ത DYFIക്കാർ എന്താണ് ചെയ്തത്? ഈ വീണ ജോർജ് മാഡത്തിനെ കരിങ്കൊടി കാണിച്ച KC പ്രവർത്തകൻ്റെ വീട്ടിൽ രാത്രി ബോംബ് പറഞ്ഞു. ആ ഒരു തള്ളയും തന്തയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെങ്ങനെയോ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ ബോംബെറിഞ്ഞ സഹാക്കന്മാരെ ജാഥ വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് പോയി. നാട്ടിൽ മൊത്തം കലാപം ഉണ്ടാക്കി. എന്നിട്ട് അവരെന്തിനാണ് പറഞ്ഞത്? കലാപങ്ങളില്ലാത്ത 10 വർഷം. അപ്പം കലാപം ഉണ്ടാക്കി, അത് പൊളിഞ്ഞു. ഇലക്ഷന് മുമ്പേയുള്ള 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി സഹതാപം കാണിച്ചാണ് ഇത്രയും പ്രശ്നമായത്. ഇപ്പം വീണ ജോർജ് മാഡത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഗോവിന്ദ മാഷും ഗണേശനും പിന്നെ ഷംഷീറൊക്കെ ഇപ്പം ആരായി? ശശിയായി. ശശി ഇടതുപക്ഷം ഹൃദയപക്ഷം ഓപ്പ്.